ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാടേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ എൻ വീണ്ടെടുപ്പു നാടേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും മാറാജലം ഞാൻ കുടിച്ചിടിലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും മാധുര്യമേറിയിടുന്ന നിൻ വചനം മാധുര്യമേറിയിടുന്ന നിൻ വചനം എന്നാവിനവ അതിമധുരം തന്നെ എന്നാവിനവ അതിമധുരം തന്നെ എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ഭരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും മരണത്തെ ജയിച്ചവനനുദിനവും മാറാത്തവനായി എനിക്കുള്ളതിനാൽ മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമോത്താൻ നിത്യമഹത്വത്തിൻ വാസമോത്താൻ ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ ഒരുങ്ങി നിന്നിടും ഞാൻ
യാത്ര ചെയ്യും. എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കരുണയുള്ള കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് തിരുവചനത്തോട് ചേർന്നിരിക്കാം. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 1 തീമോത്തിയോസ് 6:11 വാക്യം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അരുമശിഷ്യനായ തീമോത്തിയോസിന് വ്യക്തിപരമായി എഴുതുന്ന ലേഖനങ്ങളാണ് തീമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങൾ. അതിൽ അപ്പോസ്തലൻ തീമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. നീ വിട്ടോടേണ്ട, നീ വിട്ടുകളയേണ്ട, നിന്റെ ജീവിതത്തിൽ തൊട്ടു തീണ്ടാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് അപ്പോസ്തലൻ തീമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. അപ്പോസ്തലൻ തീമോത്തിയോസിനെ പല സംബോധനകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ ദൈവത്തിൻ്റെ മക്കളെ സംബോധന ചെയ്തിരിക്കുന്നുണ്ട്. വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ദൈവത്തിൻ്റെ മനുഷ്യൻ ആരാണ്? വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായവരാണ്. സ്വർഗീയ വിളി കൊണ്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെന്ന് അപ്പോസ്തലൻ തീമോത്തിയോസിനോട് പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, നീ ഒരു സാധാരണക്കാരനല്ല. നീ ഈ ലോകത്തിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടവനല്ല. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്നെ ദൈവം കരുതുന്നു, നിന്നെ ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ച് വേർതിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശുശ്രൂഷ പരമേൽപ്പിക്കുന്ന തീമോത്തിയോസിനെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഒന്ന് വിട്ട് നീ മറ്റൊന്ന് പിന്തുടരണമെന്നാണ് അപ്പോസ്തലൻ തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. എന്താണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു ആത്മീയ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ വിളി ലഭിച്ച ഒരു ദൈവത്തിന്റെ മനുഷ്യനായ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടത് അല്ലെങ്കിൽ തൊട്ടു തീണ്ടാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അതിൻ്റെ മുകളിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ പല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. അപ്പോസ്തലൻ പറയുകയാണ്, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി അത് വലിയ ആദായമാകുന്നു താനും. പ്രിയപ്പെട്ട ദൈവഭക്തി, ദൈവവേല, ദൈവിക ശുശ്രൂഷ, കർത്താവിൻ്റെ പേരിലുള്ള ശുശ്രൂഷകളെല്ലാം ആദായ സൂത്രമാക്കി മാറ്റുന്ന ഒരു സമൂഹമുണ്ട് എന്ന്. അത് ഇന്ന് മാത്രം തുടങ്ങിയതല്ല, അത് ആ കാലത്തുമുണ്ട് എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ദൈവവേല അല്ലെങ്കിൽ ദൈവഭക്തി അത് ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അത് ആദായമുണ്ടാക്കുവാൻ, അതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പാദിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നാം ദൈവവേലയോട് ചേർന്ന് നിൽക്കുന്നത്, ദൈവിക ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നത്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടുത്തെ നശ്വരമായത് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയാണോ? അല്ല നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ബഹുമാനം കിട്ടാൻ വേണ്ടിയാണോ? മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ ശ്രേഷ്ഠനാണെന്നും ഉന്നതനാണെന്നുമുള്ള ഭാവത്തോടു കൂടിയാണോ? പ്രിയപ്പെട്ടവരെ, ദൈവവേലയുടെ മുഖത്ത് നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിൽ വരാവുന്ന വലിയ ഭവിഷ്യത്തുകളാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അലംഭാവത്തോടു കൂടിയ, ശരിയായ ഭക്തിയല്ലാത്ത, പ്രിയപ്പെട്ടവരെ, വേണ്ടതുപോലെ ഗൗരവമില്ലാത്ത ഭക്തിമാർഗം. അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. എന്ത്? ആദായമുണ്ടാക്കണം, ആദായ സൂത്രം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി ആദായ സൂത്രമാകുന്നതാനും. ദൈവമക്കളെ, നാം ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ
നാം ദൈവവേലയോട് ചേർന്ന് നിന്നപ്പോൾ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവവേലയോട് ചേർന്ന് നിന്ന് നാം പണം സമ്പാദിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ട സ്ഥാനത്ത് നാം മറ്റെന്തിനെങ്കിലും എല്ലാം ഉയർത്തിയിട്ടുണ്ടോ? രക്ഷകരെ വരച്ചു കാണിക്കേണ്ട രംഗത്ത് നാം മറ്റെന്തെങ്കിലുമൊക്കെ ഉയർത്തി പിടിച്ചവരാണോ? മറ്റുള്ളതിൻ്റെ എന്തിനെങ്കിലും പിന്നാലെയാണോ നാം നടന്നത്? പ്രിയപ്പെട്ടവരെ, നാം പുറകോട്ട് നോക്കണം. ഒരു മനുഷ്യൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഒരു മനുഷ്യനെയും യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിർത്തരുത്. ഒന്നുകൂടി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ പല പ്രശ്നങ്ങളിൽപ്പെട്ട്, ജീവിതത്തിലെ പല പ്രതികൂലങ്ങളിൽപ്പെട്ട് നിരാശയോടും ആകുലതയോടും നാളെ എങ്ങനെ ജീവിക്കുമെന്നും എൻ്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് നീക്കുമെന്നും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്കെല്ലാം എവിടെയെങ്കിലും ഒരു പരിഹാരമുണ്ടോ, ഒരു പൊറുതിയുണ്ടോ, എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുമോ എന്ന് അങ്കലാപ്പോടെ വരുന്ന മനുഷ്യനെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആരാണവൻ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കണം. അവനെ വരച്ചു കാണിച്ചാൽ, ദൈവമക്കളെ, അവനെ ഒരു മനുഷ്യന് പിടികിട്ടിയാൽ, അവനെ ഒരു മനുഷ്യന് പരിചയം കിട്ടിയാൽ, അവനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി ആരൂഢനായിരുന്നാൽ, ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തും. പ്രിയപ്പെട്ടവരെ, അത് സംശയരഹിതമായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിസാരരായ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർത്താണ് പറയുന്നത്. യേശുക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ദൈവമക്കളെ, സർവസ്വം അവന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും നമ്മുടെ രോഗത്തിന്റെ കാര്യവും നമ്മുടെ കടഭാരത്തിന്റെ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ആ കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ചാൽ എല്ലാത്തിനോട് പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പാദപീഠത്തില് പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. ദൈവവേദനയിലെ മനുഷ്യരോട് പറഞ്ഞാൽ, ദൈവമക്കളോട് പറഞ്ഞാൽ, കൂട്ടായ്മയിൽ വന്നാൽ അവിടെയെല്ലാം പരിമിതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തില് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വേദനാ വിഷയങ്ങളും എല്ലാം ഇറക്കി വെച്ചാൽ, ദൈവമക്കളെ, നാം അവന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ആശ്വാസം ലഭിക്കും. അവിടുന്ന് നമുക്ക് സമാധാനം തരും. അവിടുന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. ദൈവമക്കളെ, എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് മാറുമെന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ രോഗം മാറാൻ 2 വട്ടം പ്രാർത്ഥിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു മറുപടിയും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെയും അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പൗലോസേ, രോഗം അവിടെ ഇരുന്നോട്ടെ, എന്റെ കൃപ നിനക്ക് മതി. അല്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, എന്റെ കൃപ നിനക്ക് പോരേ എന്ന്. ഒന്നുകൂടി പറഞ്ഞു, എന്റെ ശക്തി അത് മാനുഷിക ബലഹീനതകളിലെല്ലാം തികഞ്ഞു വരുന്നതാണ്. മനുഷ്യനെ തികവുള്ളവനാക്കുന്നവനാണ്, മനുഷ്യനെ പൂർണ്ണതയുള്ളവനാക്കുന്നതാണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷ കൊണ്ട് പണമൊന്നും സമ്പാദിച്ചില്ലായിരിക്കും. എന്നാൽ നാം മറ്റുള്ള രീതിയിൽ കർത്താവിന് മഹത്വം കൊടുക്കാതെ, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഉയർത്തി കാണിക്കാതെ നമ്മുടെ ജീവിതം തള്ളി നീക്കിയത് ആളുകളുണ്ട്. അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുകയാണ്, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായ സൂത്രമാകുന്നു. തുടർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ദൈവത്തിന് വലിയൊരു സത്യം, വലിയൊരു രഹസ്യം അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. തീമോഥെയോസേ, ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനും ഒന്നും കൊണ്ടല്ല വന്നിരിക്കുന്നത്. ഭക്തനായ ഇയ്യോബ് പറയും, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയും, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി പുറത്തു വന്നു, ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകുമെന്ന്. ദൈവമക്കളെ, സമ്പന്നനായ ധാരാളം സ്വത്തുള്ള ഭക്തനായ ഇയ്യോബ് പറയുകയാണ്, ഈ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചാൽ ഇയ്യോബിന് അനുകൂലമായി ഇനി ലോകത്തിൽ ഒന്നുമില്ല. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇയ്യോബ് പറയുകയാണ്, ഞാനിതൊന്നും കൊണ്ടുവന്നതല്ല, ഞാൻ ഒന്നും കൊണ്ടല്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നത്, നഗ്നനായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു,
ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകുമെന്ന്. ഇത് നാം ധാരാളം കേട്ടിട്ടുള്ള വചനമാണ് ദൈവമക്കളെ. എന്നാൽ ഈ തിരുവചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, ദൈവത്തിലെ നീ ദൈവതീയ സന്നിധിയില് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ ഹൃദയദൃഷ്ടി ഒന്ന് ഇപ്പോൾ ഉയർത്തിക്കേ. മകനെ, ഇന്ന് നിനക്ക് എന്തെല്ലാം ഉണ്ട്, ഇന്ന് ഈ ലോകപ്രകാരം എന്തെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിലെ ഒന്ന് പുറകോട്ട് നോക്കിയാൽ ഒരു കാലത്ത് ഇല്ലാതിരുന്നത്, നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് ഇല്ലാതിരുന്നത്, പ്രിയപ്പെട്ടവരെ എന്തെല്ലാം ഇന്ന് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദര, ഇന്ന് എത്രയോ ഉന്നതമായ ജീവിത നിലവാരത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊതിച്ച കാലങ്ങളുണ്ട്, ഒരു നല്ല വീടിന്, ഒരു നല്ല വസ്ത്രത്തിന്, പ്രിയപ്പെട്ടവരെ അതിനെല്ലാം കൊതിച്ച കാലങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ധാരാളമായി ഇതെല്ലാം തന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അതല്ല പറഞ്ഞ ദൈവമക്കളെ, നമ്മുടെ എത്ര പേരുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ട് എന്ത്? ഇതെല്ലാം എനിക്ക് തന്നതാണ്, ഇതെല്ലാം എനിക്ക് ലഭിച്ചതാണ്, ഇതൊന്നും ഞാൻ കൊണ്ടുവന്നതല്ല. ഒരു ബോധ്യം കൂടി നമുക്ക് വേണം ദൈവമക്കളെ. എന്ത്? ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ കടന്നു പോകാനുള്ളവനാണെന്ന്. എൻ്റെ ഭവനം ഇവിടെയല്ല, എൻ്റെ വാസം ഇവിടെയല്ല, പിന്നെയോ ഇവിടെ ഞാനൊരു താൽക്കാലിക വാസിയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് കർത്താവ് തന്ന നന്മകളെല്ലാം ഇപ്പോൾ ആ കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് സ്തുതിച്ചേ, നിങ്ങളൊന്ന് ആരാധിച്ചേ. കർത്താവെ, നീ തന്ന നന്മകൾക്കായി, നീ തന്ന മക്കൾക്കായി, നീ തന്ന ഉപജീവന മാർഗങ്ങൾക്കായി, എൻ്റെ കർത്താവെ, ഈ ലോകത്തില് നീ തന്നിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കുമായി, എൻ്റെ ദൈവത്തിലെ ഇതിനേക്കാളെല്ലാം ഉപരിയായി അനേകായിരങ്ങൾക്ക് കോടികൾക്ക് മറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയെന്ന ആ മർമ്മം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നില്ലേ? ദൈവമക്കളെ, നമുക്ക് സ്തുതിക്കാൻ വകയില്ലേ? നമുക്ക് കുരിശിന്റെ പാദത്തിലിരുന്ന് നിറകണ്ണുകളോടെ അവനെ ആരാധിക്കാൻ വകയില്ലേ? അയ്യോ പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒന്നും കൊണ്ടുപോവുകയുമില്ല. ദൈവമക്കളെ, ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വേണം. ഞാൻ ഒന്നും കൊണ്ടുവന്നതല്ല, ഇന്നുള്ളതെല്ലാം എനിക്ക് ലഭിച്ചതാണ്. ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാനും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുകയാണ്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വായിക്കാം. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ, നിത്യവൃത്തിക്കുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ട, മനുഷ്യ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഒന്നിലും സംതൃപ്തിയില്ലാത്ത, എന്തെല്ലാം ഉണ്ടെങ്കിലും സംതൃപ്തിയില്ലാത്ത ഒരു മനസ്സാണ് ലോകത്തിലെ മനുഷ്യർക്കുള്ളത്. എത്രയുണ്ടെങ്കിലും പോരാ പോരാ എന്ന്, എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും പോരാ പോരാ എന്ന്, എത്ര ധനമുണ്ടെങ്കിലും പോരാ പോരാ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, മാത്രമല്ല അത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരുമെന്ന്. ദൈവമക്കളെ, ഈ ലോകത്തിലെ വെള്ളം അത് എന്താണ്? ശമരിയക്കാരിയോട് കർത്താവ് പറയുമ്പോൾ അവളുടെ ജീവിതത്തിലെ അടങ്ങാത്ത അശുദ്ധിയോടുള്ള അഭിനിവേശമായിരുന്നിരിക്കാം. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തെല്ലാം നമ്മെ ഭരിക്കുന്നുണ്ട്. അശുദ്ധിയാണോ? മദ്യപാനമാണോ? ഈ ലോകത്തിലെ പല മോഹങ്ങളാണോ? ഇന്നുള്ളതിലൊന്നും സംതൃപ്തിയില്ലാത്ത ഹൃദയമാണോ? എത്ര പണമുണ്ടെങ്കിലും, എത്ര സമ്പാദ്യമുണ്ടെങ്കിലും പിന്നെയും ഒന്നും പോരാ പോരാ എന്നുള്ള. ദൈവമക്കളെ, ഏറ്റവും വലിയ ദൈവം സന്തോഷിക്കുന്ന എന്താണെന്നറിയാമോ? മനുഷ്യൻ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പണം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യമുണ്ടായിരിക്കാം, ചിലപ്പോൾ മക്കളൊക്കെ നമുക്ക് അനുകൂലമായിരിക്കാം. പ്രിയപ്പെട്ട, എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഹൃദയം ഉള്ളതിൽ സംതൃപ്തിയുള്ളതായിരിക്കണം. സഹോദര, ചിന്തിച്ചു നോക്കി, ഇന്ന് നിനക്കുള്ള ഭാര്യയിൽ നിനക്ക് സംതൃപ്തിയുണ്ടോ? ഇന്നുള്ള മക്കളിൽ സംതൃപ്തിയുണ്ടോ? ഇന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തിയുണ്ടോ? ഇന്ന് നീ ആയിരിക്കുന്ന ആത്മീയ രംഗത്ത് നിനക്കൊരു സംതൃപ്തിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ വെള്ളം, പ്രിയപ്പെട്ടവരെ, ധനം സമ്പാദിക്കാനുള്ള ദാഹം, അശുദ്ധിയിൽ ജീവിക്കാനുള്ള മോഹം, മദ്യം എത്ര കുടിച്ചാലും തീരാത്ത ദാഹം. ദൈവമക്കളെ, നാം ചിന്തിക്കണം, ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ദൈവമക്കളെ, നമ്മുടെ ആന്തരിക ദാഹം ശമിപ്പിക്കുന്ന ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് കർത്താവ് നമുക്ക് പകർന്നു തരും. ദൈവത്തിലെ ആ ഉറവിൽ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ആ ഉറവ നിനക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടോ? അത് വറ്റിപ്പോകാത്തതാണ്. കർത്താവ് പറഞ്ഞു, അത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരുമെന്ന്.
ദൈവമക്കളെ, ഈ ലോകത്തിലെ ധനം അത് എടുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിലെ സുഖം അത് തൽക്കാലത്തേക്കുള്ളതാണ്. പിന്നെ നമ്മുടെ ഹൃദയം ഒരു നീറുന്ന അനുഭവത്തിലാണ്. എന്നാൽ ദൈവമക്കളെ, കർത്താവ് പകർന്നു തരുന്ന അനിത്യജീവന്റെ ഉറവ അത് കുറഞ്ഞു പോകുന്നതല്ല. അത് ആർക്കെങ്കിലും കൊടുത്താൽ അത് മെത്തി വരുന്നതാണ്. ദൈവമക്കളെ, നാം അറിയാതെ പോകരുത്. യേശുക്രിസ്തു പകർന്നു തന്ന അനിത്യജീവന്റെ ഉറവയിൽ നിന്ന് നാം ആർക്കെങ്കിലും പകർന്നു കൊടുത്താൽ, ആരോടെങ്കിലും പങ്കുവച്ചാൽ അത് കുറഞ്ഞു പോകുന്നതല്ല. പിന്നെയോ അത് കവിഞ്ഞു വരുന്നതാണ്. അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാണ് നിത്യജീവനിലേക്കുള്ള നീരുറവ. ദൈവമക്കളെ, അപ്പോസ്തലൻ തീമോത്തിയോസിന് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. നിന്റെ ഹൃദയം ഈ ലോകത്തിൽ ഒന്നിലും പതിഞ്ഞു പോകരുത്. ദൈവവേല ഒരു ആദായ സൂത്രമാക്കി മാറ്റരുത്. ധനം സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയായി തീർക്കരുത്. ഇതായിട്ട് വായിക്കാം. ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. അപ്പോസ്തലൻ പിന്നെയും പറയാണ്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. പ്രിയപ്പെട്ട, ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള അറിഞ്ഞും അറിയാതെയുമുള്ള ഒരു ആഗ്രഹമാണിത്. ഇവിടെ സമ്പാദിക്കണം, ധനികന്മാരാകണമെന്ന്. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളവര്, അതിനുവേണ്ടി വ്യഗ്രതയോടെ ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകള്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുമെന്ന്. എപ്പോഴാണ് നാം കടഭാരത്തിലായി പോകുന്നത്? അധികം ആളുകളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ദൈവമക്കളെ, ഈ കടത്തിൽ മുങ്ങിപ്പോയ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരവർക്ക് അനേകർക്കും ഒരു രോഗം വന്നതല്ല, പിന്നെയോ അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ഈ ലോകത്തിൽ ഉയരുവാൻ, സമ്പത്തുണ്ടാക്കുവാൻ പലവിധമായ മാർഗങ്ങളിൽ ചെന്നുപറ്റി. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ആ മാർഗങ്ങളെല്ലാം അബദ്ധത്തിലും അവതാളത്തിലുമായി പോയി കയ്യിലുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയ അനേകരുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരും. ദൈവത്തിലേ, നീ ഒരു പുതിയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപജീവനത്തിനൊരു മാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് കണക്ക് കൂട്ടണം. എന്ത്, ഇതെൻ്റെ ആത്മീയ ജീവിതത്തിന് ഉതകുന്നതാണോ? എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ ഇത് തടസ്സമാണോ? അല്ലെങ്കിൽ അത് എനിക്ക് ഉപകാരമായി തീരുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, പലതും നാം തുടങ്ങാൻ എളുപ്പമാണ്, പിന്നെ അതിൽ നിന്ന് പുറകോട്ട് മാറാൻ വളരെ പ്രയാസമുള്ളതാണ്. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. അതിൽ ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലൻ അവിടെ നിർത്തുകയല്ല, പിന്നെയും പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമായ കാരണമാണെന്ന്. മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനപരമായ കാര്യം അതാണെന്ന്. എന്ത്? ദ്രവ്യാഗ്രഹം. അപ്പോസ്തലൻ തന്റെ അരുമശിഷ്യനായ തീമോഥെയോസിനെ ശുശ്രൂഷയ്ക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, വേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുകളിൽ പറഞ്ഞു ഈ ദൈവവേല ഒരിക്കലും ഒരു ആദായത്തിനാക്കി തീർക്കരുതെന്ന്. ഇപ്പോൾ പറയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന്. അത് ചിലർ കാക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക്, ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നതാണ്, ഇത്രയും കാര്യങ്ങൾ നീ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ജീവിതത്തിൽ തൊട്ടു തീണ്ടാതെ നീ എപ്പോഴും നിന്നെ തന്നെ കാത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായോവേ അത് വിട്ട് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ തൊട്ടു തീണ്ടുക പോലും ചെയ്യരുത്. അത് വിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. പുസ്തകം ഓർപ്പിക്കുകയാണ്, നീ ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വരരുത്. അതെല്ലാം നീ വിട്ടോടണം. പ്രിയപ്പെട്ട അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ എപ്പോഴും പറയും, ആ പഴയ കാലം, എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യത്തിൽ പറയും, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തുനിമിത്തം ചെയ്തമെന്ന് എണ്ണിയെന്ന്. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ച്, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഓട്ടക്കളത്തിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. പിമ്പിലുള്ള കാലം, പഴയ കാലം, ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ച കാലം, ദൈവമാരെന്ന് അറിയാതെ ജീവിച്ച
അത് ക്രിസ്തുവിനെതിരായിരുന്നു, ദൈവത്തിനെതിരായിരുന്നു, അത് ന്യായപ്രമാണത്തിന് അനുകൂലമായിരുന്നു, അത് സഭയ്ക്ക് അനുകൂലമായിരുന്നു, മഹാപുരോഹിതന്മാരുടെ ഒത്താശയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ തീമോത്തിയോസിനോട് പറഞ്ഞു, നീ ഇത് ലോകപ്രകാരം വീണുപോകാവുന്ന സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം വിട്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. പോരാ, നീ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളണം. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഈ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ, ധനവാന്മാരെ കുറിച്ച് പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ധനവാന്മാരെ എങ്ങനെയായിരിക്കണമെന്ന് ഈ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ധനമുണ്ടാകുന്നത് പാപമാണോ? ഒരിക്കലുമല്ല. ധനവാന്മാർ നരകത്തിൽ പോകുമെന്ന് തിരുവചനം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ധനമേ ശരണമെന്ന് ജീവിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. ദൈവമക്കളെ, അതിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അരികിൽ വന്ന്, ഈ ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നതാണ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിൽ നിത്യജീവൻ ചോദിച്ചെൻ്റെ യേശുവിൻ്റെ അരികിൽ വന്നവരുടെ തുലവും ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ രോഗം മാറ്റാമോ? എൻ്റെ മകൻ്റെ കാര്യം ഏറ്റെടുക്കാമോ? എൻ്റെ കണ്ണു തുറക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവർ എന്തെല്ലാം കാര്യങ്ങളുമായി. എന്നാൽ നിത്യജീവൻ ചോദിച്ചു വന്നവർ വളരെ കുറവാണ്. ഞാൻ എളിമയോടെ ചോദിക്കട്ടെ സഹോദര, ഈ ആത്മീയ ജീവിതത്തിൽ നീ ചേർന്ന് നിൽക്കുന്നത്, ഈ സിയോൻ യാത്രാ സംഘത്തിൽ നീ ചേർന്ന് നിൽക്കുന്നത് നിത്യജീവൻ ലാക്കാക്കിയാണോ? നിത്യജീവൻ ലക്ഷ്യമാക്കിയാണോ? അതോ ഈ ലോകത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കർത്താവ് തരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതെല്ലാം തന്നു നമ്മെ അനുഗ്രഹിക്കുമെന്നാൽ സഹോദര, നിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം, തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും. ദൈവത്തിന്റെ സ്തോത്രം. ധനവാന്മാരോട് കർത്താവിന്റെ വചനം പറയുകയാണ്, ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. അതായത് ഈ ധനത്തെ കുറിച്ച് ഒരു നിശ്ചയമില്ല പ്രിയപ്പെട്ടവരെ. ഇന്നുള്ളത് ചിലപ്പോൾ നാളെ ഉണ്ടാകുകയില്ല. ഇതെപ്പോഴാണ് കൈമോശം വന്നു പോകുന്നതെന്ന് അറിയുന്നില്ല. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. വായിച്ചോ. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന. നമുക്ക് ധാരാളമായി സകലവും അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും. ദൈവത്തിൽ ആശവെപ്പാനും. നന്മ ചെയ്യുവാനും. സൽപ്രവൃത്തികളിൽ സമ്പന്നരായി. സൽപ്രവൃത്തികളിൽ സമ്പന്നരായി. ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ധനവാന്മാരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. അതിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. അത് നശ്വരമായതാണ്. പ്രിയപ്പെട്ടവരെ, ധനവാന്മാര് സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കണം, നന്മ ചെയ്യണം, ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കണം, സാക്ഷാലുള്ള ജീവനെ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, അതെന്ന് അനേകർക്ക് മറഞ്ഞിരിക്കുക. സാക്ഷാലുള്ള ജീവൻ, യഥാർത്ഥമായ ആത്മാവിൻ്റെ ജീവൻ. ദൈവമക്കളെ, തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ദ്രവ്യാഗ്രഹത്തിൽ പെട്ടുപോയവരൊന്നും രക്ഷപ്പെട്ടു എന്ന് ഈ തിരുവചനത്തിൽ ഒരു ഭാഗത്ത് പോലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പറയും, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ഈ എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന്. ഒരു കാലത്ത് അപ്പോസ്തലനോട് ചേർന്ന് നിന്ന് ദൈവവേല ചെയ്താണ്. എന്നാൽ ഈ ലോകത്തെ സ്നേഹിച്ച് ധനത്തിലുള്ള മോഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലനെ വിട്ടുപോയി എന്ന് തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ധനമോഹം കൊണ്ട് നശിച്ചു പോയ അനേകരെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആഖാനെ കുറിച്ച്. എരീഹോ കോട്ട തകർന്നപ്പോൾ അവിടുത്തെ വസ്തുക്കൾ ഒന്നും എടുക്കരുത്, ശാപമുള്ളതാണെന്ന് ദൈവം പറഞ്ഞതാണ്. എന്നാൽ ആഖാൻ അതിൽ ചിലതെല്ലാം എടുത്ത് ഒളിച്ചു വെച്ചു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വെള്ളിയോ ഒരു ബാബിലോന്യ മേലങ്കിയോ ഒരു സ്വർണ്ണക്കട്ടയോ അതെല്ലാം ആഖാനെ പ്രലോഭിപ്പിച്ചു. ദൈവമക്കളെ, എന്തുണ്ടായി? ആഖാൻ ഒരു കൽക്കൂമ്പാരമായി തീർന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ബെലയാം എന്ന പ്രവാചകനെ കുറിച്ച്. ദൈവമക്കളെ, അവന് സ്വർഗത്തിലെ ദൈവം നേരിട്ട് ആലോചന കൊടുക്കുന്നതും ദൈവം അവനോട് സംസാരിക്കുന്നതും എല്ലാം നമ്മോട് വായിക്കുന്നുണ്ട്. ബാലാക്ക് രാജാവ്
ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ ഈ ബിലയാമിനെ വിളിക്കാൻ രാജാവ് തൻ്റെ ആളുകളെ അയക്കുന്നുണ്ട്. ദൈവമക്കളെ, അന്ന് ദൈവം ബിലയാമിനോട് പറഞ്ഞു, നീ ഇവരുടെ കൂടെ പോകരുത്, അവരെ ശപിക്കരുത്. ദൈവമക്കളെ, എന്നാൽ ബിലയാമിൻ്റെ ഹൃദയത്തിൽ ഒരു ദാഹമുണ്ടായിരുന്നു. എന്ത്? ആ ബാലാക്ക് രാജാവ് വെച്ച് നീട്ടിയ വെള്ളിയും പൊന്നും, ദൈവം കൊടുത്ത വചനത്തെക്കാൾ അധികമായി ബാലാക്കിൻ്റെ വെള്ളിയും പൊന്നും ബിലയാമിൻ്റെ ഹൃദയത്തെ കവർന്നെടുത്തു. നാം വായിക്കുന്നുണ്ട്, രണ്ടാമതും ആലോചന ചോദിച്ചു, ദൈവം അവനെ അനുവദിച്ചു. എന്നാൽ ആ യാത്രയിൽ വലിയ പ്രതികൂലങ്ങളുണ്ടായി. തീർന്നില്ല ദൈവമക്കളെ, ബിലയാമിൻ്റെ ജീവിതം ഒരു ശോകമുഖമായ ദുഃഖപര്യവസ്യായി തീർന്നു എന്ന തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, അവൻ്റെ ഹൃദയം ബാലാക്ക് രാജാവിൻ്റെ വെള്ളിയും പൊന്നും കൊതിച്ച് അവൻ നിത്യനാശത്തിലേക്ക് പോയി എന്ന് ദൈവമക്കളെ നാം വായിക്കുന്നുണ്ട്. പൊസോലനായിരുന്ന യൂദായെക്കുറിച്ച് 30 വെള്ളിക്കാശിന് യേശുവിനെ, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് യൂദ. ദൈവമക്കളെ, ആ നാഥാം പ്രവാചകൻ ദാവീദിൻ്റെ അരികിൽ വന്ന് പറയുമ്പോൾ ആ 100 ആടുണ്ടായിരുന്ന ധനികൻ ദരിദ്രനായ ഒരേ ഒരു പെണ്ണാട്ടിൻകുട്ടി ഉണ്ടായിരുന്ന ആ ദരിദ്രൻ്റെ പെണ്ണാട്ടിൻകുട്ടിയെ പിടിച്ചത്, അതും ധനമോഹമാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഇതൊന്നും ചെലവായി പോകരുത്. എന്നാൽ കാര്യം നടക്കുകയും ചെയ്യും. ദൈവമക്കളെ, തിരുവചനം നാം പഠിക്കുമ്പോൾ അനേകർ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോയി. എലീശായുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ഗേഹസി, ദൈവമക്കളെ, അവൻ ആ നയമാൻ കൊണ്ടുവന്ന ആ നിക്ഷേപങ്ങളുടെ പിന്നാലെ ഓടി. ദൈവമക്കളെ, ഗേഹസി ആ നിക്ഷേപങ്ങളിൽ നിന്ന് ചിലതെല്ലാം വാങ്ങി. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ആ നയമാൻ കുഷ്ഠരോഗം മാറിയവനായി മടങ്ങിപ്പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഗേഹസിയുടെ ദ്രവ്യാഗ്രഹം കൊണ്ട്, ധനമോഹം കൊണ്ട് പ്രവാചകൻ്റെ കൂടെ ആ കാലം അത്രയും നടന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, ലോകം അല്ലെങ്കിൽ ലോകത്തിലെ ഉന്നതങ്ങൾ, ഈ ലോകത്തിലെ ധനത്തോടുള്ള മോഹമൊന്നും വിട്ടുമാറിയിരുന്നില്ല. ദൈവമക്കളെ, ആത്മാവ് ഏലിയാവിൻ്റെ ഇരട്ടി പങ്കുള്ള ഏലീശയുടെ കൂടെ നടന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, ഗേഹസി നശിച്ചു പോയി. മാത്രമാണോ, ഒരിക്കലും മാറാത്ത തലമുറകളിലേക്ക് കൈമാറുന്ന കുഷ്ഠരോഗം അവൻ്റെ കുടുംബത്തിനവൻ സമ്പാദിച്ചു എന്ന് ഞാൻ നിർത്തട്ടെ. ദൈവമക്കളെ, നമ്മളിന്ന് തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവമക്കളെ, ഈ ലോകം നമ്മെ മാടി വിളിക്കുന്നതാണ്. ഈ ലോകത്തിലെ സുഖം നമ്മെ മാടി വിളിക്കുന്നതാണ്. ഈ ലോകത്തിലെ സമ്പത്ത് നമ്മെ മാടി വിളിക്കുന്നതാണ്. ഈ ലോകത്തിലെ ജഡീക ഇമ്പങ്ങൾ നമ്മെ മാടി വിളിക്കുന്നതാണ്. ദൈവത്തിലെ ഇതെല്ലാം മാടി വിളിക്കുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊള്ളണം. ദൈവത്തിലെ അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറഞ്ഞു, നീ അതെല്ലാം വിട്ടോടണം. നീ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം, നിത്യജീവനെ പിടിക്കണം. ദൈവമക്കളെ, ഈ പോരാട്ട ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും തളർന്നു പോകാതെ, തകർന്നു പോകാതെ, അവസാനത്തോളം ഓടി ജയിച്ച് പ്രിയപ്പെട്ടവരെ നിത്യജീവനെ മുറുകെ പിടിച്ച് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലെത്തണം. അതിന് കർത്താവ് നമുക്ക് കൃപ തന്ന് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം മഹത്വപ്പെടുവാനാണ്.